ആലപ്പുഴ ബീച്ചിൻ്റെ വടക്കേ ഭാഗത്ത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ നിറഞ്ഞ് നിൽക്കുന്നത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ അവിടുത്തെ വാർഡ് കൗൺസിലർ അംജിത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അംജിത്ത് നമ്മളെ സമീപിക്കുകയും അതിന് മറുപടി തരികയും ചെയ്തു. ആ മാലിന്യം നിറഞ്ഞ സ്ഥലം ഇപ്പോൾ ഇതാ ഇങ്ങനെയാണ്. ഒരു ദിവസത്തെ ക്ലീനിങ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഘട്ടം ഘട്ടമായി ഇത് മൊത്തവും ക്ലീൻ ചെയ്യുന്നതാണ് അംജിത്ത് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വീഡിയോ കണ്ട് ഒരു പരിഹാരം തന്നതിന് അംജിത്തിന് നന്ദി. നമ്മളെ ആലപ്പുഴയെ സംബന്ധിച്ച ഓരോ വീഡിയോകളും ചെയ്യുന്നത് നമ്മൾ തേടി കണ്ടുപിടിച്ച് ചെയ്യുന്നതല്ല. നമ്മളെ ഓരോ ആളുകൾ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രശ്നം നേരിടുന്ന ആളുകൾ വിളിച്ചു പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ബീച്ചിൻ്റെ വടക്കേ വശത്തുള്ള കാറ്റാമരൻ റിസോർട്ടിൻ്റെ വാതിക്കലുള്ള കൂമ്പാരം, മാലിന്യ കൂമ്പാരത്തെക്കുറിച്ച് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അത് വളരെ പോസിറ്റീവായിട്ട് അവിടുത്തെ കൗൺസിലർ അതിനെ ഏറ്റെടുക്കുകയും ഇവിടുത്തുള്ള റിസോർട്ട്സുകളുടെ ഒരു ആഭിമുഖ്യത്തിൽ കൂടെയും അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്നാണ് അത് വൃത്തിയാക്കുന്നത്. ഏറെക്കുറെയൊക്കെ ഇപ്പോൾ വൃത്തിയാക്കൽ തുടങ്ങി കഴിഞ്ഞു. അത് ഒറ്റയടിക്ക് വൃത്തിയാക്കാൻ സാധിക്കില്ല. 1, 2, 3 ഘട്ടങ്ങളായിട്ട് മാത്രമേ അതിൻ്റെ പണികൾ പൂർത്തിയാക്കി അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റൂ. ഇവിടെ വേസ്റ്റ് ഇടുന്നവരോടാണ് പറയാനുള്ളത്, ഇത് ഒന്ന് നശിപ്പിക്കാതിരുന്നാൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഇത് കുറേ നാളുകൂടെ ആസ്വദിക്കാൻ പറ്റും. ഇത് സന്തോഷമുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞതിനെ തുടർന്ന് പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ ആരറിയിച്ചാലും നമ്മൾ ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ ഒരു താല്പര്യത്തിൻ്റെ പുറത്തിട്ടല്ല ഇത് ചെയ്യുന്നത്. ആളുകൾ വിളിച്ചു പറയുന്നു, ഞങ്ങൾ ചെയ്യുന്നു. അത് തുടർന്നുകൊണ്ടേയിരിക്കും. അതിനകത്ത് പല രീതിയിലുള്ള പല ശത്രുതകൾ ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സഹജമാണ്. പക്ഷേ ഫേസ്ബുക്കിൽ നിന്നും ഇൻസ്റ്റാഗ്രാമിൽ നിന്നുമൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ ഇനിയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആർക്കും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. നമസ്കാരം.